ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പട്ടുപാവാട സ്റ്റിച്ചിങ്ങുമായാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. ഈ പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബ്രൊക്കേഡിൻ്റെ സാരിയാണ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു പഴയ പട്ടുപാവാട ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് അളവെടുത്ത് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന അളവ് പട്ടുപാവാട. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് ഇതിൻ്റെ ചുരുക്കുകളൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇല്ല. അപ്പം ഞാൻ ചെയ്യുമ്പോൾ അത് കുറച്ച് നന്നായിട്ട് ചെയ്യാൻ തന്നെ നോക്കുന്നുണ്ട്. ആദ്യം ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് എടുക്കാം. സാധാരണ എല്ലാവരും ബെൽറ്റും കൂട്ടിയാണ് ഇറക്കം എടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ ബെൽറ്റ് കുറച്ചുള്ള ഇറക്കമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് ഒന്ന് എടുക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് ഇതിൻ്റെ ഇറക്കമാണ്. ഈ ബെൽറ്റിന് ശേഷമുള്ള ഇറക്കമാണ് ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 1/2 ഇഞ്ച് ഇവിടെ നമ്മൾ ഇത് ജോയിൻ ചെയ്ത ഇവിടെ വെച്ച് കൊടുക്കണം. ഇവിടെ വെച്ചു. ഇനി ഇതിൻ്റെ ഇറക്കം നമുക്ക് എടുക്കാം. ഇതിൻ്റെ ഇറക്കം വന്നിരിക്കുന്നത് 22 ഇഞ്ചാണ്. ഇനി ഇതിൻ്റെ ബെൽറ്റ് വണ്ണമാണ് എടുക്കേണ്ടത്. അപ്പം നമുക്ക് ടേപ്പ് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. കറക്റ്റ് നേരെ പിടിച്ച് വേണം കൊടുക്കാൻ. ഇവിടെ വന്നിരിക്കുന്നത് 9.25 ഇഞ്ചാണ്. അപ്പോൾ 9.25 ഇഞ്ചിനോട് 1 ഇഞ്ച് കൂട്ടി വേണം ബെൽറ്റ് നീളം എടുക്കാൻ. ഇനി ഇതിൻ്റെ ബെൽറ്റ് വണ്ണം എടുക്കണം. അപ്പോൾ 1/2 ഇഞ്ച് കൂട്ടി വേണം എടുക്കാൻ. അപ്പോൾ ഈ 1/2 ഇഞ്ച് ഇത് ജോയിൻ ചെയ്ത് അവിടെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇവിടെ 2.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ മറ്റേ സൈഡിലേക്കും 2.5 ഇഞ്ച് എടുക്കണം. അപ്പോൾ ടോട്ടൽ 5 ഇഞ്ചാണ് ബെൽറ്റിൻ്റെ വീതി എടുക്കേണ്ടത്. ഈ 2 അളവുകൾ മാത്രമേ നമുക്ക് എടുക്കേണ്ടൂ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബ്രൊക്കേഡ് സാരിയാണ്. ഇത് ഞാൻ ഉപയോഗിക്കാത്തൊരു സാരിയാണ്. ഇതിന് ഓൾറെഡി ഡിസൈൻ വന്നിരിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇറക്കം എടുക്കുമ്പോൾ കൂട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് അളവ് ഇതിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 22 ഇഞ്ചാണ് ഇറക്കം എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു 1 ഇഞ്ച് കൂടി കൂട്ടിയെടുക്കണം. അപ്പോൾ ഞാനൊരു 23 ഇഞ്ച് ഇറക്കം എടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 23 ഇഞ്ച് വെച്ച് ഈ തുണിയെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 23 ഇഞ്ച് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബെൽറ്റ് കട്ട് ചെയ്യാം. ബെൽറ്റ് വണ്ണം വന്നിരിക്കുന്നത് 9.25 പിന്നെ 1 ഇഞ്ച് കൂടി കൂട്ടി 10.25 അതിവിടെ മാർക്ക് ചെയ്യാം. വീതി വന്നിരിക്കുന്നത് 5 ഇഞ്ചാണ്. 2 ഇഞ്ച് ബെൽറ്റിൻ്റെ വീതിയുണ്ട്. പിന്നെ 1/2 ഇഞ്ച് വീതം ഉള്ളിലേക്ക് മടക്കി തയ്ക്കാനാണ്. അപ്പോൾ ഒരു 5 ഇഞ്ച് വീതി എടുക്കാം. ഇവിടെ ഞാൻ ബെൽറ്റ് 5 ഇഞ്ച് വീതിയിലും 10.25 ഇഞ്ച് നീളത്തിലും ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഈ പട്ടുപാവാടിയുടെ 2 അളവുകളും ഞാനിവിടെ അളന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് നമുക്ക് നോക്കാം. ആദ്യം ചെയ്യുന്നത് തുണിയുടെ സ്റ്റാർട്ടിങ്ങിൽ 1 ഇഞ്ച് അളവ് ഇവിടെ മാർക്ക് ചെയ്യണം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ഇതിനെ കൂട്ടി യോജിപ്പിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം 2 ഇഞ്ച് വീതം നമ്മളിങ്ങനെ തുണിയുടെ എൻഡ് വരെ ചെയ്ത് കൊടുക്കുക.
ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ തുണിയുടെ ഒന്നിടവിട്ടുള്ള ഈ മാർക്ക് ചെയ്ത അളവുകൾ മുകളിൽ വരുന്ന രീതിയിൽ വേണം ചെയ്തു കൊടുക്കാൻ. അപ്പം ആദ്യം എടുത്ത അളവ് ഇതാണ്. അതിന് ശേഷം വരുന്ന രണ്ടാമത്തെ 2 ഇഞ്ചിൻ്റെ മാർക്ക് അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു ചുരുക്ക് വന്നു. അപ്പോൾ ഈ ചുരുക്കിനെ നന്നായി ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പം ഇതിനെ ഇങ്ങനെ കറക്റ്റ് മടക്കി കൊടുക്കുക. എന്നാൽ ഇത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഇത് മാറിപ്പോവും. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു പിന്നെടുത്ത് മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ അളവുകളൊക്കെ മാറിപ്പോവാനിടയുണ്ട്. അപ്പം അതുകൊണ്ട് കറക്റ്റ് ഇവിടെ വെച്ചതിന് ശേഷം ഒരു പിന്നെടുത്തു, ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആദ്യത്തെ ചുരുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് താഴേക്ക് വരുമ്പോൾ ഇതിങ്ങനെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് 2 ഇഞ്ച് വരുന്ന രീതിയിൽ വെച്ചിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ രണ്ടാമത് വരുന്ന മാർക്ക് ഇതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ചെടുക്കണം. ഈ മാർക്കിൻ്റെ മുകളിൽ വരണം, അതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വന്നു. ഇതിനിവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അതായത് ഇതിൻ്റെ അടുത്ത മാർക്ക് എടുത്ത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് താഴെ വരെ മടക്കി കൊടുത്ത് പിൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇതിൻ്റെ ഫുൾ ചുരുക്കം വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ വണ്ണം നമ്മൾ എടുത്തിരിക്കുന്നത് 10.75 അപ്പോൾ 10.75ൻ്റെ ഇരട്ടി 21.5 വരുന്നത് വരെ ഇതുപോലെ ചുരുക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ബെൽറ്റുമായി കൂട്ടി യോജിപ്പിച്ച് തയ്ച്ചു കൊടുക്കുക. ഇതുപോലെ നല്ല വൃത്തിയായി ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് 21.5 ഇഞ്ചിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ താഴെ വശവും ഇതുപോലെ ശരിക്ക് കിട്ടണമെങ്കിൽ നേരത്തെ മുകളിൽ മാർക്ക് ചെയ്ത പോലെ തന്നെ അതേ മാർക്കിങ് താഴെയും ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകളിൽ മടക്കുന്നതിനനുസരിച്ച് തന്നെ താഴെയും ഇതുപോലെ മടക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഇതിൻ്റെ ലെവൽ കിട്ടും, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഇതങ്ങ് മാറിപ്പോവും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് താഴെയും ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യുക. ഇത് നല്ലൊരു ടിപ്പാണ്. ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയേഴ്സൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ഇനി ഇത് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത ബാൻഡുമായിട്ട് യോജിപ്പിക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒന്ന് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബെൽറ്റുമായിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് തയ്ച്ചു കൊടുക്കണം. 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് ഈ ബെൽറ്റുമായിട്ട് ഇതിനെ കൂട്ടി യോജിപ്പിച്ച് മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ പതിച്ച് തയ്ക്കണം. അതിനുശേഷം ഇവിടെ ഇങ്ങനെ മടക്കി കൊടുക്കണം. മടക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ച് ഇവിടെ ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വെച്ച് ഇതിൻ്റെ മുകളിൽ വെച്ച് തയ്ച്ചു കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു 2 ഇഞ്ച് ബെൽറ്റ് വന്നിട്ടുണ്ടാവും. ഇതിങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം.
ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകളിലും ഞാനൊന്ന് ഒരു സ്റ്റിച്ച് കൂടി ഒരു 1/4 ഇഞ്ച് വിട്ട് മുകളിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. അതിനു വേണ്ടി ഒരു 6 ഇഞ്ച് ഇവിടെ വെച്ച് ഇതിനെ രണ്ടിനെയും കൂട്ടി യോജിപ്പിച്ച് താഴെ വരെ 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ പട്ടുപാവാട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.